എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞൊരു ക്യാരറ്റ് കൊടുത്ത് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട തുണി എനിക്ക് കഴുകി കിട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അനീഷിനെ കൊണ്ട് വിരിക്കുന്നുണ്ട്. നാളെ എനിക്ക് വെളുപ്പാങ്കാലത്തെ പോകണം. പിന്നെ ഇത് വേണം, ഒന്ന് കൂള ഇറുക്കണ്ടേ? അത് നമുക്ക് ഉച്ചയ്ക്ക് നീ കുളിച്ച് റെഡി ആയിക്കണം, പോയി കൂള ഇറുക്കാം കേട്ടാ. നാളെ 1-ാം തീയതിയാണ്. രാവിലെ കുളിച്ചിട്ട് പോകുമ്പോൾ അങ്ങോട്ട് ശിവനടിയെ കയറി തൊഴുതിട്ടാൻ കയറണേ. അങ്ങനെ അച്ഛൻ്റെ സ്ഥിരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വിളക്കേറ്റി തുടങ്ങിയിട്ട് പിന്നെ ഞാൻ മോന് വേണ്ടിയുള്ള ദോശ ചുടലും പണിയിലൊക്കെ കാര്യങ്ങളിലായി. പിന്നെ ദോശ ചുട്ട് മോന് കൊടുക്കാനുള്ള പണി ഞാൻ ദോശ ചുടുവാണ് ഗൈസ്. മോന് ദോശയും കൊടുത്ത് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, അപ്പോൾ ദോശ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് വേണം എനിക്ക് കുക്കിങ്ങിലോട്ട് കടക്കാൻ. കുറേ പണിയുണ്ട്, കണ്ടിക്കണം, കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തൊക്കെ ചേർക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒന്നും ഒരുവിധം സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം. ഞാനിതുകൊണ്ട് ഇപ്പോൾ നെയ്യ് ചേർക്കണം, പിന്നെ അരിയും ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ സാധനങ്ങളും ഒക്കെ ഒന്ന് ചേർക്കണം. അങ്ങനെ വെള്ളത്തിലേക്ക് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ നമ്മുടെ ചോളം, ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം അരിഞ്ഞിട്ടെല്ലാം ചേർക്കുന്നുണ്ട്. അതിനുശേഷം അടുപ്പിലോട്ടാക്കുന്നുണ്ട്. അടുപ്പിലാക്കിയതിന് ശേഷം അപ്പുറത്തെ അടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുഞ്ഞ് സോയാബീൻസിൽ അതിനകത്തോട്ട് നമ്മൾ കോൺഫ്ലവർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ഉപ്പൊക്കെ ചെയ്ത് നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്, മാഗ്നേറ്റ് ചെയ്ത്. അങ്ങനെ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മുടെ സോയ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് വിഷ്ണുകൊണ്ടാണ് ഊറ്റി തന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഊറ്റുന്നതെങ്കിൽ അതിനുള്ള സംഭവമെല്ലാം പോയിട്ട്. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടത്തോരൻ നെയ്യ് ഒഴിക്കണം. ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. സോയാബീൻസ് ഇത് മുട്ടത്തോരനാണ്, എരിവ് ചേർത്തുണ്ടാക്കി വെച്ചേക്കുന്ന മുട്ടത്തോരനാണ് റൈസിൽ ചേർക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ റൈസ്, നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പേരെനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ബിരിയാണിയാണിത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ചോളമുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, മുട്ടയുണ്ട്, സോയാബീൻസ് ഉണ്ട്, പ്രോട്ടീൻ റിച്ച് എന്നൊക്കെ പറയാം. അവൻ ആദ്യമേ കൊടുത്തതുകൊണ്ട് അവൻ കഴിച്ച് അവൻ്റെ കാര്യം നോക്കി അവൻ പോയി ടാബ് കൊടുത്ത് വീഡിയോയും കണ്ട് കിടപ്പായി. ഞങ്ങൾ പോയി കഴിക്കട്ടെ. പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്ന ആഹാരം കൊള്ളാവോ? എന്താണ് ഈ തൂപ്പൊന്ന്? ബാക്കി 7 ദിവസം ഞാനാണേ തൂപ്പ്. ഇന്ന് എനിക്ക് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഡാഗിനി അമ്മൂമ്മ കുളി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി വേറൊന്നുമില്ല. വൈകിട്ട് വല്ലതൊക്കെ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ വെളിയിലോട്ടൊക്കെ പോകണം. സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.